സിജോ വമ്പൻ പ്ലാനിങ്ങുകളൊക്കെയാണ് നടത്തുന്നത്. ഒരാഴ്ച ആരെയൊക്കെ പുറത്താക്കണം എന്നുള്ളതാണ് സിജോയുടെ പ്ലാനിങ്. അതിൽ ശ്രീധുവിനെ പുറത്താക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് അവിടെ ശ്രീധുവിന്റെ ചെവിയിലും എത്തിയിരുന്നു. ഒരു 12ാമത്തെ ആഴ്ച ആയിക്കഴിഞ്ഞ് ശ്രീധുവിനെ പുറത്താക്കണം എന്നുള്ളതാണ് സിജോയുടെ പ്ലാൻ എന്നുള്ളത് അവിടെ സിജോ പറഞ്ഞത് അവിടെ ശ്രീധുവിന്റെ ചെവിയിലും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ലൈവില് അവിടെ സിജോ ഇരുന്നിട്ട് ശ്രീധുവിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. സിജോ ചോദിക്കുന്നത് ഇതാണ്, ശ്രീധു ബിഗ് ബോസിൽ എത്ര ദിവസം നിൽക്കണം എന്നുള്ളതാണ് ശ്രീധുവിന്റെ ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീധു പറഞ്ഞു, എനിക്ക് 100 days നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീധുവിന്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, 100 days നിൽക്കണമെന്നോ അതോ ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് ശ്രീധു, അല്ല എനിക്ക് എന്തായാലും എല്ലാവരെയും പോലെ ആഗ്രഹമുണ്ട്, ജയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എന്നിരുന്നാൽ പോലും 100 days നിന്നാലും എനിക്ക് ഓക്കെ ആണ് എന്നവിടെ ശ്രീധു പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവിടെ പറയുന്നുണ്ട് സിജോ, അപ്പോൾ ഫസ്റ്റ് ആയാലും റണ്ണറപ്പ് ആയാലും പ്രശ്നമില്ല, 100 days നിൽക്കണം, അതാണല്ലേ ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിജോയുടെ അടുത്ത ചോദ്യം, അല്ല പണപ്പെട്ടി ടാസ്ക്, മണി ടാസ്ക് വരുന്ന സമയത്ത്, ആ പണപ്പെട്ടി വരുന്ന സമയത്ത് എടുക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീധു പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല അക്കാര്യത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ 100 days നിൽക്കണം എന്നുള്ളതാണല്ലേ ടാർഗറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീധു അതെ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും ശ്രീധുവിന്റെ അടുത്തുള്ള എങ്ങനെയാണ് ശ്രീധുവിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നൊക്കെ അറിയാനുള്ള ഒരു ശ്രമമാണ് അവിടെ സിജോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ സിജോ അവിടെ അർജുന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ കോംബോ ദോഷം ചെയ്യും അർജുനെ, ഈ കോംബോ കാരണം നിനക്ക് വോട്ട് കിട്ടില്ല, വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ പുറത്തു പോകാനുള്ള ചാൻസ് വരും, അതുകൊണ്ട് സൂക്ഷിച്ചോളൂ എന്നൊരു കാര്യം രാവിലെ തന്നെ അർജുന്റെ അടുത്ത് സിജോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് ശ്രീധുവിന്റെ മനസ്സിലിരിപ്പ്, ശ്രീധു എന്താണ് വിചാരിക്കുന്നത് എന്നറിയാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് സിജോ എന്നാണ് തോന്നിയത്.